മമ്മൂട്ടി ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര. ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര. അങ്ങനെ നമ്മുടെ മമ്മൂക്കാടെ സിനിമ ഭ്രമയുഗം എന്ന സിനിമ ഓസ്കർ അക്കാദമിയുടെ പ്രദർശനത്തിൽ ഇടം നേടി അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ പോവാണ്. ഓസ്കർ അക്കാദമിയുടെ ഈ പ്രദർശനത്തിൽ അനുമതി ലഭിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന ഏക സിനിമ, ഇന്ത്യൻ സിനിമ, അത് ബ്രഹ്മയുഗമാണ്. മറ്റൊരു സിനിമക്കും കിട്ടാത്ത ഒരു പവറാണ് ബ്രഹ്മയുഗത്തിന്. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരേ ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ. അത് മറ്റൊന്നും കൊണ്ടല്ല, മമ്മൂക്കാടെ മാസ് പെർഫോമൻസ് കൊണ്ട് ഒന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്താ ചെയ്യുന്നത്, ഓസ്കർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ പോകും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ കുടുംബൻപോറ്റി അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ മലയാളികൾ വാനോളം ഉയരാണ്. ലോക സിനിമയുടെ നെറുകയിൽ ഒരു മലയാള സിനിമ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അഭിമാനിക്കാൻ ഏറ്റവും സന്തോഷം വരുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഓസ്കർ വേദിയിലൊക്കെ ഒരു മലയാള സിനിമ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമില്ല. ഇതിൽ പരം നേട്ടം മലയാള സിനിമക്ക് വേറെ എന്താ വേണ്ടത്? അത് നമ്മുടെ മഹാനായ, നമ്മുടെ മുത്തായ, എന്താ പറയാ, മലയാളത്തിന്റെ പകരം വെക്കാനില്ലാത്ത അതുല്യ നടൻ, മാജിക് മാൻ എന്നൊക്കെ പറയില്ലേ, മാജിക്, അങ്ങനത്തെ മജീഷ്യൻ എന്നൊക്കെ പറയേണ്ടി വരും. അഭിനയത്തിന്റെ ചക്രവർത്തി, അഭിനയത്തിന്റെ രാജാവ്, അഭിനയ മാന്ത്രികൻ എന്നൊക്കെ പറയൂലേ, അന്ന പോലത്തെ മഹാനടൻ നമ്മുടെ മുത്ത് മമ്മൂക്കാടെ സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയാണ് എന്തായി പോണത്, ഓസ്കർ വേദിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോണു. അപ്പൊ ഫെബ്രുവരിയിലാണ് ഇപ്പൊ ഈ സംഭവം. അപ്പൊ മൊത്തത്തില് മലയാളികൾക്കൊക്കെ ഒരുപാട് സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്, ഒരു ന്യൂസാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് വന്നിട്ട് കുറച്ചായി. അപ്പോ അത് ഒന്നുകൂടി എന്താണ്, എല്ലാ ഇതിലും കൂടി മൊത്തത്തില് എന്തായി മാറുകയാണ്, മലയാളികള് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും മമ്മൂട്ടി എന്ന് പറഞ്ഞ ചർച്ചയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വരുന്നത്. എന്താ കാരണം? എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന ഈ പേര് ഇങ്ങനെ, അല്ലെങ്കിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഈ വീഡിയോസുകൾ, അത് അദ്ദേഹത്തിന്റെ ഓരോരോ കാര്യങ്ങൾ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ മാത്രമല്ല, ലോക സിനിമാ മേഖലയുടെ നെറുകയിൽ മുത്തമിട്ട മലയാളത്തിന്റെ അതുല്യ കലാകാരൻ, അതുല്യ പ്രതിഭ എന്ന് പറയില്ലേ, ആ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തിയാണ് നമ്മളെ മമ്മൂക്ക. അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചില്ലറ കാര്യം. ഈ സിനിമയിലൂടെ ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അഭിനയ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് ഈ സിനിമയെ വിലയിരുത്തിയിട്ട് പല പ്രമുഖരും ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ പല പ്രമുഖരും പറഞ്ഞത്. കാരണം ഒരു മനുഷ്യന്റെ കഴിവ്, അഭിനയത്തിന്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരു സംഭവം. അപ്പൊ ആ സംഭവത്തിലൂടെ മമ്മൂക്കാടെ ഈ അഭിനയം ഒരു മനുഷ്യർക്കും, ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒരു മനുഷ്യന് അഭിനയിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു ലെവൽ ഉണ്ടാവും. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു യാഥാർത്ഥ്യം, ഒരു നാച്ചുറൽ അഭിനയം, ഇത്രയും ക്ലിയർ ആയിട്ട്, ഇത്രയും ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ, ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ മലയാളത്തിൽ വേറൊരു നടനില്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം മമ്മൂക്കാടെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അദ്ദേഹം അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയത്തിനോടുള്ള ഒരു ആർത്തിയാണ്. ആ ആർത്തി കാരണം കൊണ്ട് നമുക്ക് പുതിയ വെറൈറ്റി അഭിനയങ്ങൾ ജനമനസ്സുകൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാഴ്ച വെച്ചുകൊണ്ടിരിക്കണം. ഓരോരോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സിനിമകളും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ പുതിയ രൂപങ്ങൾ, പുതിയ ഭാവങ്ങൾ, പുതിയ തലത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരേ ഒരു നടൻ എന്ന് വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, മലയാളികൾക്ക് ഏറെ അഭിമാനം നൽകുന്ന
വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മമ്മൂക്ക, 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 അല്ലെങ്കിൽ മമ്മൂട്ടി, മമ്മൂട്ടി. എവിടെ നോക്കിക്കഴിഞ്ഞാലും മമ്മൂട്ടിനെ പറ്റിയുള്ള വാർത്തകളാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും മമ്മൂക്കാനെ പറ്റിയുള്ള ന്യൂസുകളും ചർച്ചകളും കാര്യങ്ങളും. അപ്പോൾ ഈ ന്യൂസുകളും ചർച്ചകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഒരു മനുഷ്യൻ കിടന്നിട്ട് ഇങ്ങനെ പറയില്ലല്ലോ, അല്ലെങ്കിൽ വെറുതെ മനുഷ്യന്മാർ കിടന്നിട്ട് ഇങ്ങനെ പറയില്ല. അപ്പൊ അത് അടിസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അഭിനയത്തിന്റെ ഓരോരോ പാഠങ്ങൾ പുതുതലമുറക്ക്, അല്ലെങ്കിൽ നടന്മാർക്ക്, മലയാളികൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമക്ക്, അല്ലെങ്കിൽ ലോക സിനിമ മേഖലക്ക്, ലോക സിനിമക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പുതിയ പുതിയ ഭാവങ്ങളും രൂപങ്ങളും ഇങ്ങനെയാണ് അഭിനയിക്കുക, ഇങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണം, ഇങ്ങനെ അഭിനയിച്ച് ഒരു മാജിക്കൽ പവർ ചിത്രീകരിക്കണം. ജനങ്ങളുടെ മനസ്സിലൊരു അഭിനയത്തിന്റെ മജീഷ്യനായി മാറണമെന്ന് മറ്റുള്ള നടന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം മമ്മൂക്ക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ആദ്യ അഭിനയങ്ങളാണ് ഈ കാഴ്ച. കളങ്കാവലിന്റെ കഥ പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മയുഗം കഴിഞ്ഞതിന് ശേഷം മമ്മൂക്കയുടെ മാസ് പെർഫോമൻസ്, അഭിനയത്തിന്റെ മാസ് പെർഫോമൻസ് എന്ന് പറഞ്ഞത് കണ്ടതാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയില്. അപ്പോ ആ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റും ഇതിലത്തെ കളങ്കാവലിലത്തെ സയനയുടെ മോഹന്റെ കഥയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും, അത് ബ്രഹ്മയുഗം, ആ കൊടുമൺ പോറ്റിയുടെ ഒരു വെറൈറ്റി, ഇത് കണ്ടു കഴിഞ്ഞാൽ സയനയുടെ മോഹന്റെ ഈ വെറൈറ്റി. അപ്പൊ വെറൈറ്റികളാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ അഭിനയിച്ച് ജനങ്ങൾക്ക് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓസ്കർ അവാർഡ് വേദി, അല്ലെങ്കിൽ ഓസ്കർ അക്കാദമിയിലൊക്കെ ഈ പ്രദർശിപ്പിക്കാൻ ഒരു സിനിമക്ക് ഒരു ചാൻസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ ഒരു അവാർഡ്, അല്ലെങ്കിൽ അതിൽ കഴിഞ്ഞ ഒരു സന്തോഷം വേനില്ല. അത് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന്, അത് മലയാളികളുടെ മുത്തായ, അല്ല മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കാടെ ഒരു സിനിമ ഓസ്കർ വേദിയിലൊക്കെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം വേറെ എന്ത് വേണം മലയാളികൾക്ക് എന്നല്ലേ? അപ്പോ ഇത് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്കം സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഒരു മഹാനടനാണ് മമ്മൂക്ക. അപ്പൊ മമ്മൂക്കാക്ക് എന്താണ്, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ഇനിയും കഴിയട്ടെ. ഇനിയും ജനങ്ങളോട് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ആ മാജിക്കൽ പവർ ജനങ്ങൾക്ക് കാണാൻ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.